നമസ്കാരം KCN വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. സലാം ഹാജി വധം 7 പ്രതികൾക്കും ഇരട്ട ജീവപര്യന്തം. സലാം ഹാജി വധം നടപടികൾ പൂർത്തിയായത് അതിവേഗം, ആശ്വാസമുണ്ടെന്ന് ബന്ധുക്കൾ. യൂത്ത് ലീഗ് മദ്യവിമുക്ത ക്യാമ്പയിന് പ്രോജ്വല തുടക്കം. നാട്ടിൽ നിന്ന് മദ്യം തുടച്ചു നീക്കുവാൻ സമൂഹം കൈകോർക്കണമെന്ന് മദ്യനിരോധന സമിതി സംസ്ഥാന സെക്രട്ടറി ഈയാച്ചേരി കുഞ്ഞികൃഷ്ണൻ. SSF സംസ്ഥാന സമ്മേളനത്തിന് വെള്ളിയാഴ്ച തുടക്കം. മഞ്ചേശ്വരം ഒരുങ്ങി. വാർത്തകൾ വിശദമായി. ഗൾഫ് വ്യവസായി തൃക്കരിപ്പൂരിലെ സലാം ഹാജിയെ കൊലപ്പെടുത്തിയ കേസിൽ 7 പ്രതികൾക്കും ഇരട്ട ജീവപര്യന്തം. ജില്ലാ അഡീഷണൽ സെഷൻസ് കോടതി 3 വിധി പ്രഖ്യാപിച്ചത്. ഗൾഫ് വ്യവസായി തൃക്കരിപ്പൂർ വെള്ളാപ്പിലെ AB അബ്ദുസലാം ഹാജിയെ ക്രൂരമായി കൊലപ്പെടുത്തിയ കേസിലെ 7 പ്രതികൾക്കാണ് ഇരട്ട ജീവപര്യന്തം തടവും 1 ലക്ഷം രൂപ വീതം പിഴയും ശിക്ഷ വിധിച്ചത്. കാസർഗോഡ് ജില്ലാ അഡീഷണൽ സെഷൻസ് കോടതി 3 ജഡ്ജി EB രാജനാണ് പ്രതികൾക്ക് ശിക്ഷ വിധിച്ചത്. 1-ാം പ്രതി നീലേശ്വരം ആനച്ചാലിലെ CK മുഹമ്മദ് നൌഷാദ്, 2-ാം പ്രതി തൃശൂർ കീച്ചേരി ചീരനെല്ലൂരിലെ OM അഷ്കർ, 3-ാം പ്രതി നീലേശ്വരം കോട്ടപ്പുറത്തെ മുഹമ്മദ് റമീസ് എന്ന റമീസ്, 4-ാം പ്രതി തൃശൂർ കീച്ചേരി ചീരനെല്ലൂരിലെ OM ഷിഹാബ്, 5-ാം പ്രതി കണ്ണൂർ എടച്ചവയിലെ C നിമിത്, 6-ാം പ്രതി മലപ്പുറം ചങ്ങരംകുളത്തെ OP അമീർ, 7-ാം പ്രതി മലപ്പുറം ആലക്കോട് മാന്തളത്തെ MK ജസീർ എന്നിവരെയാണ് കോടതി ശിക്ഷിച്ചത്. ഇതുകൂടാതെ അന്യായമായി സംഘം ചേർന്നതിന് 5 വർഷം തടവും ഭവനവേതനത്തിന് 10 വർഷം തടവ് ശിക്ഷയും വിധിച്ചിട്ടുണ്ട്. ശിക്ഷ ഒന്നിച്ചനുവദിച്ചാൽ മതിയെന്നതിനാൽ ജീവപര്യന്തം തടവ് ശിക്ഷ അനുഭവിച്ചാൽ മതി. പ്രോസിക്യൂഷന് വേണ്ടി സ്പെഷ്യൽ പ്രോസിക്യൂട്ടർമാരായ P രാജൻ, MJ ജോൺസൺ എന്നിവർ ഹാജരായി. 2013 ആഗസ്റ്റ് 4 രാത്രി 11 മണിയോടെയാണ് നാടിന് നടുക്കിയ ആക്രമണവും കൊലപാതകവും അരങ്ങേറിയത്. സലാം ഹാജി വധക്കേസിൽ നടപടിക്രമങ്ങൾ പൂർത്തിയായത് അതിവേഗം. 1 വർഷം പൂർത്തിയാവുന്ന വേളയിലായിരുന്നു വിധി. പ്രവാസി വ്യവസായി തൃക്കരിപ്പൂർ വെള്ളാപ്പിലെ AB അബ്ദുസലാം ഹാജി വധക്കേസിൽ കോടതി നടപടികൾ പൂർത്തിയാക്കിയത് അതിവേഗത്തിലായിരുന്നു. കൊല നടന്ന് 1 വർഷം കഴിഞ്ഞ് 1 മാസം തികയുന്ന വ്യാഴാഴ്ചയാണ് കോടതി പ്രതികൾക്ക് ശിക്ഷ വിധിച്ചത്. 2013 ആഗസ്റ്റ് 4 നടന്ന കൊലയിലും കൊള്ളയിലും 7 പ്രതികൾ കുറ്റക്കാരാണെന്ന് കാസർഗോഡ് അഡീഷണൽ സെഷൻസ് കോടതി 3 ജഡ്ജി EB രാജൻ ചൊവ്വാഴ്ച കണ്ടെത്തി. കുറ്റക്കാരാണെന്ന് കണ്ടെത്തി 7 പേരും ജാമ്യം ലഭിക്കാതെ റിമാൻഡിലായിരുന്നു. ജില്ലാ കോടതിയിലും ഹൈക്കോടതിയിലും നൽകിയ ഇവരുടെ ജാമ്യാപേക്ഷ തള്ളിയിരുന്നു. കേസിൽ സെപ്റ്റംബർ 5-നകം വിചാരണ പൂർത്തിയാക്കാൻ കാസർഗോഡ് അഡീഷണൽ ജില്ലാ ആൻഡ് സെഷൻസ് ജഡ്ജിന് ഹൈക്കോടതി നിർദ്ദേശം നൽകിയിരുന്നു. ഇത് കോടതി നടപടികൾ വേഗത്തിലാക്കി. കേസിൽ പ്രത്യേക പബ്ലിക് പ്രോസിക്യൂട്ടർമാരെ നിയമിക്കണമെന്നാവശ്യപ്പെട്ട് അബ്ദുസലാം ഹാജിയുടെ ഭാര്യ സുബൈദ സർക്കാരിന് നിവേദനം നൽകിയതിനെ തുടർന്നാണ് തലശ്ശേരി കോടതിയിലെ P രാജനെയും MJ ജോൺസണെയും നിയമിച്ചത്. കേസിൽ 114 സാക്ഷികളെ വിസ്തരിച്ചു. 250-ലേറെ രേഖകളും 50 തൊണ്ടിമുതലും ഉണ്ടായിരുന്നു. 90 ദിവസത്തിനകം പോലീസ് കുറ്റപത്രം സമർപ്പിച്ചു. വ്യാഴാഴ്ച രാവിലെ വിധി കേൾക്കാൻ കോടതി പരിസരത്ത് സലാം ഹാജിയുടെ ബന്ധുക്കളടക്കം വഞ്ചനക്കൂട്ടം എത്തിയിരുന്നു. സലാം ഹാജിയുടെ കൊലയ്ക്ക് ദൃക്സാക്ഷിയായ മകൻ സുഫിയാനും വിധി കേൾക്കാൻ എത്തിയിരുന്നു. കോടതി വിധി ആശ്വാസമാണെന്ന് അദ്ദേഹം പറഞ്ഞു. റംസാൻ മാസത്തിലെ പുണ്യരാത്രിയിലെ പള്ളിയിലെ പ്രാർത്ഥനയ്ക്ക് ശേഷം 11 മണിയോടെ വീട്ടിലെത്തി അകത്ത് കയറുന്നതിനിടയിലാണ് സംഘാംഗങ്ങളും വീടിനകത്ത് കയറിക്കൂടിയത്. ആസൂത്രകരായ 2 ബന്ധുക്കൾ സംഘത്തിലുണ്ടായിരുന്നതിനാൽ അബ്ദുസലാം ഹാജി അപകടം നനച്ചതുമില്ല. പക്ഷേ എല്ലാം പെട്ടെന്നായിരുന്നു. വീട്ടിലെ CCTV ക്യാമറകൾ അടിച്ചു തകർത്തായിരുന്നു ആക്രമികളുടെ താണ്ഡവം. സംഘം സലാം ഹാജിയെ ശ്വാസം പിടിച്ച് കൊലപ്പെടുത്തുകയായിരുന്നു. ഭാര്യ സുബൈദയെയും മകൾ സഫയെയും ഒരു മുറിയിലും മകൻ സുഫിയാനെ കുളിമുറിയിലും പൂട്ടിയിടുകയായിരുന്നു. UAE ദിർഹമും സ്വർണവുമടക്കം 7.5 ലക്ഷം രൂപയുടെ മുതലുകൾ കവർന്ന സംഘം രക്ഷപ്പെടുകയായിരുന്നു. ദിവസങ്ങൾ നീണ്ട ഒരുക്കത്തിനു ശേഷമാണ് സംഘാംഗങ്ങൾ കൊലപാതകത്തിനും കവർച്ചയ്ക്കും പദ്ധതി തയ്യാറാക്കിയത്. വീടും പരിസരവും പഠിച്ചെടുത്ത ശേഷമായിരുന്നു പദ്ധതി ആസൂത്രണം ചെയ്തത്. പ്രതികളെ തെളിവെടുപ്പിന് കൊണ്ടുവന്നപ്പോഴാണ് പല ദിവസങ്ങളിൽ വീടിനും പരിസരത്തും ചുറ്റിക്കറങ്ങിയവർ സംഘത്തിലുണ്ടെന്നും നാട്ടുകാർ തിരിച്ചറിഞ്ഞത്. നാട്ടിൽ നിന്ന് മദ്യം തുടച്ചു നീക്കുവാൻ സമൂഹം ഒറ്റക്കെട്ടാവണമെന്ന് മദ്യനിരോധന സമിതി സംസ്ഥാന ജനറൽ സെക്രട്ടറി ഈയാച്ചേരി കുഞ്ഞികൃഷ്ണൻ മാസ്റ്റർ പറഞ്ഞു. യൂത്ത് ലീഗ് ജില്ലാ കമ്മിറ്റിയുടെ മദ്യമുക്ത കേരളത്തിന് യുവതയുടെ കയ്യൊപ്പ് ക്യാമ്പയിൻ്റെ ജില്ലാതല ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. മദ്യത്തെ പാടെ ഉന്മൂലനം ചെയ്യാൻ എല്ലാ ജനങ്ങളും ഒറ്റക്കെട്ടായി കൈകോർക്കണമെന്ന് ഈയാച്ചേരി കുഞ്ഞികൃഷ്ണൻ മാസ്റ്റർ പറഞ്ഞു. അതിൽ 42 കുട്ടികളും വരുന്നത് മദ്യപാനമോ മദ്യവിതരണമോ മദ്യനിർമ്മാണമോ ഉള്ള കുടുംബങ്ങളില്ല. 6 മുസ്ലിം കുടുംബങ്ങളിലെ കുഞ്ഞുങ്ങൾ രക്ഷപ്പെട്ടു, 5-6 മറ്റാളുകൾ. എന്റെ മുമ്പിലുള്ള ചൈതന്യവതികളായി വളരേണ്ട പെൺകുട്ടികളൊക്കെ വളരെ ചതഞ്ഞു കൊന്തായി കിടക്കുകയാണ്. അപ്പോൾ പഠിച്ചു പോകുന്ന കുട്ടികൾക്ക് മുകളിലോട്ട് പഠനമില്ല. അങ്ങനെ എന്നോട് എൻ്റെ മനസ്സാക്ഷി ചോദിച്ചു, നീ എന്തൊരു അധ്യാപകനാണ്, നീ എന്ത് കോൺഗ്രസ്സുകാരനാണ്, നീ എന്തൊരു ഹിന്ദുവാണ്,
നീ എന്ത് കലാകാരനാണ്, നീ എന്ത് പ്രഭാഷകനാണ്, അതിന്റെ അർത്ഥം നിനക്ക് ഉളുപ്പില്ലേ എന്നായി. ഇതൊക്കെ നിങ്ങളിലുള്ള പൊതുപ്രവർത്തകരോട് നിങ്ങളുടെ മനസ്സാക്ഷി ചോദിക്കണ്ട. ജില്ലാ യൂത്ത് ലീഗ് പ്രസിഡന്റ് മൊയ്തീൻ കൊല്ലമ്പാടി ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. ജനറൽ സെക്രട്ടറി എ.കെ.എം. അഷ്റഫ്, മുസ്ലിം ലീഗ് ജില്ലാ ജനറൽ സെക്രട്ടറി എം.സി. കമറുദ്ദീൻ, ട്രഷറർ എ. അബ്ദുറഹ്മാൻ, എൻ.എ. നിലക്കുന്ന് എം.എൽ.എ, കലക്ടർ മാഹിൻ ആജി, അബ്ദുള്ള കുഞ്ഞി ചിറക്കള, മുഹമ്മദ് കുഞ്ഞി, ഹിദായത്ത് നഗർ, യൂസഫ് ഉളുവാർ, കെ.ബി.എം. ഷെരീഫ്, നാസർ ചായൻഡടി തുടങ്ങിയവർ സംസാരിച്ചു. SSF 21ാമത് സംസ്ഥാന സാഹിത്യോത്സവത്തിന് വെള്ളിയാഴ്ച തുടക്കം കുറിക്കും. 2 ദിവസങ്ങളിലായി മഞ്ചേശ്വരത്താണ് പരിപാടി. ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. 10 വേദികളിൽ 79 ഇനങ്ങളിലായി നടക്കുന്ന സംസ്ഥാന സാഹിത്യോത്സവത്തിൽ 1500-ലേറെ പ്രതിഭകൾ മാറ്റുരയ്ക്കും. വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് 2:30 സ്വാഗത സംഘം ചെയർമാൻ മുഹമ്മദ് ഉമറുൽ ഫാറൂഖ് അൽ ബുഖാരി പതാക ഉയർത്തുന്നതോടെ സാഹിത്യോത്സവത്തിന് ഔപചാരികമായി തുടക്കം കുറിക്കും. 3 മണിക്ക് ഹൊസങ്കടിയിൽ നിന്നും പ്രകടനം ആരംഭിക്കും. വിവിധ ജില്ലാ ഘടകങ്ങൾ അവതരിപ്പിക്കുന്ന പ്ലോട്ട്, ദഫ് മുട്ട്, അറബന തുടങ്ങിയവ ഘോഷയാത്രയ്ക്ക് മിഴിവേകും. 4:30 ഉദ്ഘാടന സെഷൻ ആരംഭിക്കും. SSF സംസ്ഥാന പ്രസിഡന്റ് വി. അബ്ദുൽ ജലീൽ സഖാഫിയുടെ അധ്യക്ഷതയിൽ കേന്ദ്ര സർവകലാശാല വൈസ് ചാൻസലർ ഡോക്ടർ ജി. ഗോപകുമാർ സാഹിത്യോത്സവം ഉദ്ഘാടനം ചെയ്യും. ചടങ്ങിൽ കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് ജേതാവ് തോപ്പിൽ മീരാനി ഈ വർഷത്തെ സാഹിത്യോത്സവ അവാർഡ് സമ്മാനിക്കും. MLA-മാർ, മന്ത്രിമാർ, സാമൂഹിക രാഷ്ട്രീയ രംഗത്തെ പ്രമുഖർ, മതനേതാക്കൾ തുടങ്ങി നിരവധി പേർ ചടങ്ങിൽ സംബന്ധിക്കും. യൂണിറ്റ് മുതൽ സംസ്ഥാന തലം വരെ യൂണിറ്റ്, സെക്ടർ, ഡിവിഷൻ, ജില്ലാ ഘടകങ്ങളിലായി ജില്ലാ ഘടകങ്ങളിൽ നിന്നും മത്സരിച്ച് വിജയിച്ച വിജയികളെ പങ്കെടുപ്പിച്ചുകൊണ്ട് സംസ്ഥാന തലത്തിൽ നടക്കുന്ന സാഹിത്യോത്സവത്തിന് ഇത്തവണ കാസർഗോഡ് വേദി ഒരുങ്ങുകയാണ്. നാളെ 5-ാം തീയതി വൈകുന്നേരം 3 മണിക്ക് ഹൊസങ്കടിയിൽ നിന്ന് ആരംഭിക്കുന്ന സാംസ്കാരിക ഘോഷയാത്രയോടുകൂടി സാഹിത്യോത്സവിൻ്റെ സമാരംഭം കുറിക്കും. ഘോഷയാത്രയിൽ 15 ജില്ലകളിൽ നിന്ന് പ്ലോട്ടുകൾ അവതരിപ്പിക്കും. ഘോഷയാത്ര സമാപന സാഹിത്യോത്സവ നഗരിയിൽ എത്തുന്ന ഉടനെ സ്വാഗത സംഘം ചെയർമാൻ സയ്യിദ് ഉമറുൽ ഫാറൂഖ് ബുഖാരി തങ്ങൾ പതാക ഉയർത്തിക്കൊണ്ട് സാഹിത്യോത്സവിൻ്റെ പ്രാരംഭ പരിപാടികൾ ആരംഭിക്കും. മഞ്ചേശ്വരം പ്രസ് ക്ലബ്ബിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ SSF സംസ്ഥാന സെക്രട്ടറി മജീദ് മാസ്റ്റർ, ജില്ലാ വൈസ് പ്രസിഡന്റ് റഹീം സഖാഫി, ജില്ലാ സെക്രട്ടറി സിദ്ദിഖ് പൂത്തപ്പലം തുടങ്ങിയവർ പങ്കെടുത്തു. യുവമോർച്ച പ്രവർത്തകർ വെള്ളരികുണ്ട് ബീവറേജസ് ഔട്ട്ലെറ്റ് ഉപരോധിച്ചു. ഓണക്കാലയളവിൽ മദ്യവിൽപ്പന നിരോധിക്കണമെന്നാവശ്യപ്പെട്ട് സംസ്ഥാന വ്യാപകമായി നടത്തുന്ന സമരത്തിന്റെ ഭാഗമായാണ് ഉപരോധം. വ്യാഴാഴ്ച രാവിലെ 9 മണിയോടെ പ്രകടനമായി എത്തിയ യുവമോർച്ച പ്രവർത്തകർ വെള്ളരിക്കുണ്ട് ബിവറേജസ് ഔട്ട്ലെറ്റ് ഉപരോധിച്ചു. സമരത്തെ തുടർന്ന് ഉച്ചവരെ ഔട്ട്ലെറ്റ് അടച്ചിട്ടു. BJP കാഞ്ഞങ്ങാട് മണ്ഡലം ജനറൽ സെക്രട്ടറി കുഞ്ഞിരാമൻ സമരം ഉദ്ഘാടനം ചെയ്തു. P. കുഞ്ഞിരാമൻ അധ്യക്ഷത വഹിച്ചു. ബിജിൽ, സന്ദീപ് തൃക്കരിപ്പൂർ തുടങ്ങിയവർ സംസാരിച്ചു. വരും ദിവസങ്ങളിൽ സമരം ശക്തമാക്കുമെന്ന് യുവമോർച്ച നേതാക്കൾ മുന്നറിയിപ്പ് നൽകി. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. ഷാർജ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഇന്തോ അറബ് കൾച്ചറൽ സെന്റർ സംഘടിപ്പിക്കുന്ന സ്നേഹ സംഗമവും ആദരിക്കൽ ചടങ്ങും വെള്ളിയാഴ്ച നടക്കും. വൈകുന്നേരം 4 മണിക്ക് കാസർഗോഡ് മുനിസിപ്പൽ കോൺഫറൻസ് ഹാളിൽ നടക്കുന്ന പരിപാടിക്കുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. സ്നേഹത്തിൻ്റെയും സാഹോദര്യത്തിൻ്റെയും സന്ദേശം വിളംബരം ചെയ്തുകൊണ്ട് വെള്ളിയാഴ്ച വൈകിട്ട് 4 മണിക്ക് നടക്കുന്ന സ്നേഹസംഗമം P. കരുണാകരൻ MP ഉദ്ഘാടനം ചെയ്യും. മാപ്പിള കലാ അക്കാദമി സംസ്ഥാന പ്രസിഡന്റ് PH അബ്ദുള്ള മുഖ്യ പ്രഭാഷണം നടത്തും. ചടങ്ങിൽ ജില്ലാ കലക്ടർ PS മുഹമ്മദ് സഗീർ, ജില്ലാ പോലീസ് ചീഫ് തോംസം ജോസ് തുടങ്ങിയവർ മുഖ്യാതിഥിയായിരിക്കും. പരിപാടിയോടനുബന്ധിച്ച് മാധ്യമപ്രവർത്തകൻ റഹ്മാൻ താലങ്ങാടി, രാഷ്ട്രീയ നേതാവ് P. രാഘവൻ, മാപ്പിള കലാ സാഹിത്യ രംഗത്തെ VM കുട്ടി, എൻഡോസൾഫാൻ സമരനായിക ലീലാകുമാരി അമ്മ, ആതുര സേവന രംഗത്തെ ഡോക്ടർ യൂസഫ് കുമ്പള എന്നിവരെ ആദരിക്കും. തുടർന്ന് VM കുട്ടി, ഇസ്മായിൽ തളങ്കര എന്നിവർ അവതരിപ്പിക്കുന്ന കലാപരിപാടികളും അരങ്ങേറുമെന്നും ഭാരവാഹികൾ പറഞ്ഞു. 6 പതിറ്റാണ്ട് കേരളത്തിൽ മാപ്പിള കലാരംഗത്ത് നിറഞ്ഞു നിൽക്കുന്ന കേരളത്തിൽ എല്ലാവരുടെയും പ്രിയപ്പെട്ട ഗായകൻ VM കുട്ടി, അദ്ദേഹത്തിന് 80 കഴിഞ്ഞു. കഴിഞ്ഞ മാസം നമ്മൾ കോഴിക്കോട് ടാഗോറാളിൽ വെച്ച് 80ന്റെ നിറവിൽ അദ്ദേഹത്തെ ആദരിച്ചു. അതേപോലെയുള്ള 5 മഹൽ വ്യക്തിത്വങ്ങളെയാണ് നാളെ ഈ ചടങ്ങിൽ വെച്ച് ആദരിക്കുന്നത്. ഇന്തോ അറബ് കൾച്ചറൽ സെന്റർ ചെയർമാൻ അസീസ് അബ്ദുള്ള, PH അബ്ദുള്ള മാസ്റ്റർ, ആരിഫ് കാപ്പിൽ, റഫീഖ് കുന്നിൽ തുടങ്ങിയവർ വാർത്താ സമ്മേളനത്തിൽ സംബന്ധിച്ചു.
MP ഫണ്ട് ഉപയോഗിച്ച് പട്ല ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നിർമ്മിച്ച പുതിയ ക്ലാസ് റൂം കെട്ടിടം ഉദ്ഘാടനം ചെയ്തു. P. കരുണാകരൻ MP ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു. പരിമിതികൾ ധാരാളം ഉണ്ടായിട്ടും 100-ലേറെ കുട്ടികൾ പരീക്ഷയ്ക്കിരുന്ന സന്ദർഭത്തിലും നല്ല റിസൾട്ട് തുടർച്ചയായി നിങ്ങൾക്ക് നേടാൻ സാധിച്ചു എന്നുള്ളത് സ്കൂൾ PTയുടെയും അധ്യാപകരുടെയും പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ട് എൻ.എ. നെല്ലിക്കുന്ന് MLA അധ്യക്ഷത വഹിച്ചു. മധൂർ ഗ്രാമപഞ്ചായത്ത് അംഗം റഹ്മത്ത് BM, KM സയ്യിദ്, CH അബൂബക്കർ, MA മജീദ്, അബ്ദുൽ സലാം, റാണി, KP വിജയലക്ഷ്മി തുടങ്ങിയവർ സംസാരിച്ചു. ഇനി ഓണക്കാഴ്ചകൾ. ശുചിത്വ സന്ദേശവുമായി മാവേലി. ജില്ലാ ശുചിത്വ മിഷന്റെയും കാസർഗോഡ് ബ്ലോക്ക് പഞ്ചായത്തിന്റെയും സംയുക്താഭിമുഖ്യത്തിലാണ് മാവേലി ശുചിത്വ സന്ദേശയാത്ര സംഘടിപ്പിച്ചത്. പൊതുജനങ്ങൾക്കിടയിൽ ശുചിത്വ സന്ദേശവുമായി മാവേലി നാട് ചുറ്റി. ജില്ലാ ശുചിത്വ മിഷന്റെയും കാസർഗോഡ് ബ്ലോക്ക് പഞ്ചായത്തിന്റെയും സംയുക്താഭിമുഖ്യത്തിലാണ് മാവേലി ശുചിത്വ സന്ദേശയാത്ര സംഘടിപ്പിച്ചത്. യാത്ര ഏവരുടെയും ശ്രദ്ധ പിടിച്ചുപറ്റി. വ്യാഴാഴ്ച രാവിലെ മേൽപ്പറമ്പിൽ നിന്നും ആരംഭിച്ച യാത്ര ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് മുംതാസ് ഷുക്കൂർ ഉദ്ഘാടനം ചെയ്തു. ജനപ്രതിനിധികളും അതിനേക്കാൾ ഉപരി അതാത് സ്ഥലത്തെ പ്രദേശ നിവാസികളും വളരെ ഗൗരവത്തോടുകൂടി ഈ പ്രശ്നത്തിന് ഒരു പരിഹാരം കാണുന്നതിന് വേണ്ടി മുന്നോട്ട് വന്നില്ലെങ്കിൽ വളരെ ഗുരുതരമായ രോഗങ്ങളിലേക്കും മറ്റു പല കാരണങ്ങളിലേക്കും നമ്മുടെ സമൂഹം നീങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരവസ്ഥയാണ് ഉണ്ടാവുക. വൈസ് പ്രസിഡന്റ് മൂസ ബി ചെർക്കള, ഇക്ബാൽ കലട്ര, ഉമൈറ അബ്ദുൽ ഖാദർ, എസ് കുമാർ, രജനി, സ്നേഹലത, സെവിൻ ജോൺ വർഗീസ് തുടങ്ങിയവർ സംസാരിച്ചു. പര്യടനത്തിന് ശേഷം ചൗക്കിയിൽ സന്ദേശയാത്ര സമാപിച്ചു. ഓണാഘോഷ ലഹരിയിൽ നാടും നഗരവും. ജില്ലാ മെഡിക്കൽ ഓഫീസിൽ വൈവിധ്യമാർന്ന പരിപാടികളോടെ ഓണാഘോഷം നടന്നു. രസകരമായ ഒട്ടേറെ പരിപാടികളോടെയാണ് ആരോഗ്യവകുപ്പ് ജീവനക്കാർ ഓണം ആഘോഷിച്ചത്. ആഘോഷ പരിപാടികൾ DMO ഡോക്ടർ P. ഗോപിനാഥൻ ദീപം തെളിയിച്ചുകൊണ്ട് തുടക്കമിട്ടു. തുടർന്ന് ജീവനക്കാരുടെ വിവിധ മത്സരങ്ങളും അരങ്ങേറി. പുരുഷന്മാരുടെ സാരി ഉടുക്കൽ മത്സരം, കുപ്പിയിൽ വെള്ളം നിറയ്ക്കൽ, അന്താക്ഷരി, ലെമൺ സ്പൂൺ, മെഴുകുതിരി കത്തിക്കൽ തുടങ്ങിയ ഇനങ്ങൾ അരങ്ങേറി. ഡോക്ടർ E. മോഹനൻ, ഡോക്ടർ ഗീതു ഗുരുദാസ്, S. രാധാകൃഷ്ണൻ, ജില്ലാ മലേറിയ ഓഫീസർ V. സുരേഷൻ, അശോക് കുമാർ, രാജഗോപാലൻ, ശ്രീനിവാസൻ, കലാധരൻ തുടങ്ങിയവർ നേതൃത്വമേകി. ഐഡിയ സ്റ്റാർ സിംഗർ താരം കുമാരി ഐശ്വര്യ മനോജ് അവതരിപ്പിച്ച ഗാനമേളയും നടന്നു. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് തൊഴിലുറപ്പ് തൊഴിലാളികൾ സമരം നടത്തി. അജാനൂർ പഞ്ചായത്ത് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിലായിരുന്നു സമരം. തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് ഓണ അലവൻസ് നൽകുക, കൂലി കുടിശ്ശിക ഓണത്തിനു മുമ്പ് നൽകുക, ക്ഷേമനിധി ആരംഭിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് സമരം നടന്നത്. അജാനൂർ പഞ്ചായത്ത് ഓഫീസിലേക്ക് നടത്തിയ മാർച്ച് NREG വർക്കേഴ്സ് യൂണിയൻ ജില്ലാ ജോയിന്റ് സെക്രട്ടറി ചെറാക്കോട്ട് കുഞ്ഞിക്കണ്ണൻ ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാന കൺവെൻഷൻ സംസ്ഥാനത്തെ മുഴുവൻ തൊഴിലാളികളെ സംബന്ധിച്ചും ചർച്ച ചെയ്ത് ആ ചർച്ചയിൽ നിന്ന് മനസ്സിലാക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടുള്ള ഒരു വസ്തുതയാണ് നമ്മുടെ സംസ്ഥാനത്തിലെ തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് 2014-15 വർഷത്തിലെ കൂലി ഒറ്റ നയാപ്പൈസ പോലും കിട്ടാത്ത ഒരവസ്ഥ വന്നിരിക്കുകയാണ്. അതേപോലെ തന്നെ കൂലി കുടിശ്ശിക കിട്ടാൻ ഇനിയും കഴിഞ്ഞ വർഷം 12-14 വർഷത്തെ കൂലി കുടിശ്ശിക തന്നെ സംസ്ഥാനത്ത് നിരവധി തൊഴിലാളികൾക്ക് ഇനിയും കിട്ടാൻ ബാക്കി നിൽക്കുകയാണ്. P. K. കണ്ണൻ അധ്യക്ഷത വഹിച്ചു.
പി കാര്യമ്പു, അനിത, പി കുഞ്ഞിരാമൻ തുടങ്ങിയവർ സംസാരിച്ചു. പി കൃഷ്ണൻ സ്വാഗതം പറഞ്ഞു. കേരളത്തിലെ ഗ്രന്ഥശാലകളിൽ പലതും പാർട്ടി ഓഫീസുകളായി അധപ്പതിച്ചതായി മാനവ സംസ്കൃതി സംസ്ഥാന ചെയർമാൻ പി തോമസ് പറഞ്ഞു. കാഞ്ഞങ്ങാട്ട് മാനവ സംസ്കൃതിയുടെ സാംസ്കാരിക കൂട്ടായ്മ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. 7000-ഓളം ഗ്രന്ഥശാലകളുള്ള കേരളത്തിൽ 3000-ഓളം മാത്രമേ നല്ല നിലയിൽ പ്രവർത്തിക്കുന്നുള്ളൂവെന്ന് മാനവ സംസ്കൃതി സംസ്ഥാന ചെയർമാൻ പി തോമസ് പറഞ്ഞു. കാഞ്ഞങ്ങാട്ട് മാനവ സംസ്കൃതി നടത്തിയ സാംസ്കാരിക കൂട്ടായ്മ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. പ്രധാനമായും അതിൻ്റെ പ്രവർത്തന മണ്ഡലം എന്ന് പറയുന്നത് ഗ്രന്ഥശാലകളാണ്. ഗ്രന്ഥശാലകളുടെ ഇന്നത്തെ കേരളത്തിലെ സ്ഥിതി വളരെ ശോചനീയമാണ്. 7000-ഓളം ഗ്രന്ഥശാലകൾ കേരളത്തിൽ പ്രവർത്തിക്കുന്നതായിട്ടാണ് ഔദ്യോഗിക കണക്കെങ്കിലും നന്നായി പ്രവർത്തിക്കുന്ന ഒരു 3000-ൽ താഴെ വായനശാലകൾ മാത്രമാണ് കേരളത്തിലുള്ളത്. അതിൽ തന്നെ മഹാഭൂരിപക്ഷം വായനശാലകളും പാർട്ടി ഓഫീസുകളായി തരം താണിരിക്കുകയാണ്. പി നാരായണൻ അടിയോടി അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന സെക്രട്ടറി എം അസൈനാർ, അഡ്വക്കേറ്റ് PM ചന്ദ്രശേഖരൻ, PT ബാലകൃഷ്ണൻ, കരിശ്ശേരി നാരായണൻ, CK ഭാസ്കരൻ, ഹക്കീം കുന്നിൽ തുടങ്ങിയവർ സംസാരിച്ചു. AK ശശി സ്വാഗതവും രാഘവൻ കുളങ്ങര നന്ദിയും പറഞ്ഞു. വാർത്തകൾ ചുരുക്കത്തിൽ. കുമ്പള ബീവറേജസ് ഔട്ട്ലെറ്റിന്റെ ചുമരിൽ ഒരു സംഘം കരിയോയിൽ ഒഴിച്ചു. കഴിഞ്ഞ ദിവസം രാത്രിയാണ് സംഭവത്തിൽ പോലീസ് അന്വേഷണം ആരംഭിച്ചു. ബൈക്കിൽ കാറിടിച്ച് DYSP ഓഫീസ് ജീവനക്കാരന് പരിക്കേറ്റു. കാറെടുക്ക കർമ്മംതോടിയിലെ അശോകനാണ് പരിക്കേറ്റത്. വ്യാഴാഴ്ച കർമ്മംതോടിയിലായിരുന്നു അപകടം. അർദ്ധരാത്രി പണം വെച്ച് ചീട്ട് കളിക്കുകയായിരുന്ന 10-അംഗ സംഘത്തെ പോലീസ് അറസ്റ്റ് ചെയ്തു. കഴിഞ്ഞ ദിവസം രാത്രി പൊസടി ഗുംപയിൽ വെച്ചാണ് സംഘത്തെ കുമ്പള പോലീസ് അറസ്റ്റ് ചെയ്തത്. ദുർഗ ഹയർ സെക്കൻഡറി സ്കൂളിലെ NSS വളണ്ടിയർമാർ സ്വാതന്ത്ര്യ സമര സേനാനി K മാധവന് 100ാം ജന്മദിനാശംസകൾ നേർന്നു. K മാധവന്റെ വീട്ടിലെത്തിയാണ് വിദ്യാർത്ഥികൾ ആശംസകൾ നേർന്നത്. ദുർഗ ഹയർ സെക്കൻഡറി സ്കൂളിലെ NSSന്റെ സേവന പ്രവർത്തനങ്ങളുടെ തുടക്കം കുറിക്കുന്ന കുട്ടികൾ മാധവേട്ടനെ കാണാനെത്തി. സ്വാതന്ത്ര്യ സമര സേനാനിയും മാധവേട്ടന്റെ സഹപ്രവർത്തകനുമായ അമ്പലത്തറ കേശവജിയുടെ മകൾ ദാക്ഷായണി ടീച്ചർ കുട്ടികളെ മാധവേട്ടന്റെ അടുത്തെത്തിച്ചു. കുട്ടികൾ മാധവേട്ടനുമായി അഭിമുഖവും നടത്തി. 100ാം പിറന്നാൾ ആശംസകൾ നേർന്ന കുട്ടികൾ മാധവേട്ടന്റെ അനുഗ്രഹവും വാങ്ങിയാണ് മടങ്ങിയത്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. സലാം ഹാജി വധം, 7 പ്രതികൾക്കും ഇരട്ട ജീവപര്യന്തം. സലാം ഹാജി വധം നടപടികൾ പൂർത്തിയായത് അതിവേഗം, ആശ്വാസമുണ്ടെന്ന് ബന്ധുക്കൾ. യൂത്ത് ലീഗ് മദ്യവിമുക്ത ക്യാമ്പയിന് പ്രോജ്വല തുടക്കം. നാട്ടിൽ നിന്ന് മദ്യം തുടച്ചു നീക്കുവാൻ സമൂഹം കൈകോർക്കണമെന്ന് മദ്യനിരോധന സമിതി സംസ്ഥാന സെക്രട്ടറി ഈയാച്ചേരി കുഞ്ഞികൃഷ്ണൻ. SSF സംസ്ഥാന സമ്മേളനത്തിന് വെള്ളിയാഴ്ച തുടക്കം, മഞ്ചേശ്വരം ഒരുങ്ങി. ഇതോടെ KCN മലയാളം വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.